ഹലോ ഓൾ. അപ്പോൾ നമ്മൾ CET 201 മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സ്റ്റീൽ റോഡ് ഓഫ് 25 mm diameter is placed in a hollow aluminum cylinder with internal diameter 30 mm and external diameter 40 mm. The steel rod projects 0.1 mm as shown in figure. പിന്നെ പറഞ്ഞിട്ടുണ്ട് ദ ബാർ ക്യാരീസ് എ കംപ്രസീവ് ഫോഴ്സ് ഓഫ് 70 kN ത്രൂ എ റിജിഡ് ബെയറിംഗ് പ്ലേറ്റ്. ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ ആൻഡ് അലുമിനിയം ബാർസ്. പിന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ES 200 GPa ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് അലൂമിനിയം EL 120 GPa ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ്? ഒരു സ്റ്റീൽ റോഡ് ഉണ്ട്. ഈ സ്റ്റീൽ റോഡിൻ്റെ ഡയമീറ്റർ ആണ് 25 mm പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റീൽ റോഡ് ഒരു ഹോളോ അലൂമിനിയം സിലിണ്ടറിൻ്റെ അകത്താണ് ഇൻസേർട്ട് ചെയ്തേക്കുന്നത്. അതാണ് ഈ കാണിച്ചേക്കുന്ന രണ്ട് പോർഷൻ. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ഹോളോ അലൂമിനിയം സിലിണ്ടറിലേക്ക് നമ്മളൊരു സ്റ്റീൽ റോഡ് ഇൻസേർട്ട് ചെയ്യാണ്. സോ ഈ ഹോളോ അലൂമിനിയം റോഡിൻ്റെ ഡയമീറ്റർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇൻറ്റേർണൽ ഡയമീറ്റർ 30 mm ആണ്. അതുപോലെ എക്സ്റ്റേർണൽ ഡയമീറ്റർ എത്രയാണ്? 40 mm ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹോളോ സിലിണ്ടറിനകത്ത് നമ്മൾ ഈ സ്റ്റീൽ റോഡ് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഒരു 0.1 mm ഇവിടെ മാർക്ക് ചെയ്തത് കാണാം. ഒരു 0.1 mm നമ്മുടെ സ്റ്റീൽ റോഡ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന് മേലെയായിട്ട്, ഈ ഒരു സെറ്റപ്പിന് മേലെയായിട്ട് ഒരു ബാർ വെച്ചിട്ടുണ്ട്. ആ ബാറിലേക്ക് വരുന്ന കംപ്രസീവ് ഫോഴ്സാണ് 70 kN. ഓക്കെ, ഒരു ബെയറിംഗ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇതിന് മേലെയായിട്ട്. അതിലേക്ക് വരുന്ന ലോഡാണ് 70 kN. ഇനി എന്താ നമ്മളോട് കാണാൻ പറഞ്ഞത്? ഫൈൻഡ് ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ ആൻഡ് അലൂമിനിയം ബാർ. അതായത് ഈ സ്റ്റീലിലും അലൂമിനിയത്തിലും ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നതെന്ന്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, EST ആൻഡ് EAL. അപ്പോൾ അത് നമ്മൾ പ്രീവിയസ് പ്രോബ്ലംസിലൊക്കെ ജിഗാപാസ്കൽ തന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? Nm/mm² മാറ്റാൻ വേണ്ടിയിട്ട് ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? സോ നമ്മൾ രണ്ടിനെ Nm/mm² കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയമീറ്റർ തന്നിട്ടുണ്ട്. സ്റ്റീൽ റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? 25 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തത് കാണാം, 25 mm ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 25 mm ഡയമീറ്റർ വെച്ചിട്ട് നമുക്കതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ക്രോസ് സെക്ഷണൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ π/4d². സോ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് ഞാനിപ്പോൾ AST എന്നാണ് ഇതിനെ വിളിക്കുന്നത്. AST ഈക്വൽ ടു എന്താണ്? π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് സ്റ്റീൽ ക്വസ്റ്റ്യനിൽ 25 ആണ് പറഞ്ഞേക്കുന്നത്. സോ π/4 ഇൻറ്റു 25². അതുപോലെ ഇനി നമുക്ക് എന്തുണ്ട്? അലൂമിനിയം സിലിണ്ടറിൻ്റെയും കൂടെ ഇങ്ങനൊരു ഹോളോ അലൂമിനിയം സിലിണ്ടറാണ് തന്നേക്കുന്നത്. സോ ഇതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ 30 ആണ് ആൻഡ് എക്സ്റ്റേർണൽ ഡയമീറ്റർ എത്രയാണ്? 40 ആണ്. സോ ഹോളോ സിലിണ്ടർ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? π/4 ഇൻറ്റു എക്സ്റ്റേർണൽ ഡയമീറ്റർ സ്ക്വയർ മൈനസ് ഇൻറ്റേർണൽ ഡയമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് π/4 ഇൻറ്റു 40² മൈനസ് 30². അപ്പോൾ അത് ചെയ്തപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചു അല്ലേ? ഇനി അപ്പോൾ നമ്മളിപ്പോൾ ഏരിയ വരെ കാൽക്കുലേറ്റ് ചെയ്ത് നിർത്തി. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഈ സ്റ്റീൽ റോഡ് നമ്മൾ ഈ സിലിണ്ടറിൽ പ്ലേസ് ചെയ്തപ്പോൾ ഒരു 0.1 mm പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സ്റ്റീലിനുണ്ടാവുന്ന ഡീഫോർമേഷനെ നമ്മളിപ്പോൾ ΔST എന്നാണ് വിളിക്കുന്നത്. ഈ ΔST എന്ന് പറയുന്നത് ΔAL പ്ലസ് 0.1 mm. അതായത് ΔAL എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിനുണ്ടാവുന്ന ഡീഫോർമേഷനും പ്ലസ് ആ ഒരു 0.1 പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മായിരിക്കും എന്ത്? നമ്മുടെ സ്റ്റീലിനുണ്ടാവുന്ന ടോട്ടൽ ഡീഫോർമേഷൻ. ഓക്കെ, അതായത് സ്റ്റീലിലുണ്ടാവുന്ന ടോട്ടൽ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റീലിലുണ്ടാവുന്ന ടോട്ടൽ ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മാണ്?
അലൂമിനിയത്തിനുണ്ടാവുന്ന ഡിഫോർമേഷൻ പ്ലസ് ഈ ഒരു 0.1 mm. ഓക്കെ, അപ്പോൾ നമ്മൾ അതിവിടെ ഒരു ഇക്വേഷനായിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കേ, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? ഓക്കെ, ഇ ഈക്വൽ ടു ക്യാപിറ്റൽ ഇ, അതായത് നമ്മുടെ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ്? സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആണ്. അതിനകത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണല്ലോ. സോ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഇതിനകത്തുനിന്ന് നമുക്ക് ഇവിടെ എന്താണുള്ളത്? ഡീഫോർമേഷൻ ആണുള്ളത്. അതായത് ഇതിനെ മാത്രമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഇതിനെ നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ഡെൽറ്റ എൽ, അതായത് ഡിഫോർമേഷൻ ഓഫ് സ്റ്റീൽ ആണെങ്കിൽ ഞാനിപ്പോൾ അതിന് തൽക്കാലം ഇങ്ങനെ എഴുതാൻ പോവാണ്. അതായത് ഈ ഒരു ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് നമുക്കിപ്പോൾ ഡിഫോർമേഷൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. സോ സ്റ്റീലിൻ്റെ ഡിഫോർമേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എസ് ടി ഡിവൈഡഡ് ബൈ ഇ എസ് ടി ഇൻറ്റു എൽ എസ് ടി. ഇനിയിപ്പോൾ അലൂമിനിയം ആണെങ്കിലോ നമ്മളിവിടെ എസ് ടിക്ക് പകരം എന്ത് എഴുതി കൊടുത്താൽ മതി? എ എൽ എഴുതിയാൽ മതി. അതായത് ഡെൽറ്റ അലൂമിനിയം ഈക്വൽ ടു സിഗ്മ എ എൽ ഡിവൈഡഡ് ബൈ ഇ എ എൽ ഇൻറ്റു എൽ ലെങ്ത് ഓഫ് അലൂമിനിയം. ഓക്കെ, സോ ഇനി നമ്മൾ ഡെൽറ്റയ്ക്ക് പകരം ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഡിഫോർമേഷന് പകരം ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെ അതിനനുസരിച്ച് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു. ടോട്ടൽ ഡിഫോർമേഷൻ ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടോട്ടൽ ഡിഫോർമേഷൻ ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫോർമേഷൻ ഇൻ അലൂമിനിയം പ്ലസ് ആ 0.1 പ്രൊജക്ഷൻ ആഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുക. സോ നമ്മൾ നേരത്തെ റീഅറേഞ്ച് ചെയ്തതുപോലെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സ്റ്റീലിൻ്റെ കേസിൽ സിഗ്മ എസ് ടി ഡിവൈഡഡ് ബൈ ഇ എസ് ടി. ഇ എസ് ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 ആണെന്ന്. നമ്മളത് കൺവേർട്ട് ചെയ്ത് വെച്ചായിരുന്നു. 200 × 10⁻³ Nm². പിന്നെ ഇതെന്താ? ലെങ്ത് ഓഫ് സ്റ്റീൽ. ലെങ്ത് ഓഫ് സ്റ്റീൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് അറിയാൻ പറ്റുമല്ലോ. 300 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലെങ്ത്ത് 300 ആണ്. സോ 300 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്റ്റീലിൻ്റെ കേസിലാവുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ചുമ്മാ 300 എന്ന് എഴുതാൻ പറ്റില്ല. അലൂമിനിയത്തിൻ്റെ കേസിലാണെങ്കിൽ ഈ ലെങ്ത്ത് കറക്റ്റാണ് 300. പക്ഷേ സ്റ്റീലിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക? 300ൻ്റെ കൂടെ ഇവിടെ ഒരു സ്മോൾ പ്രൊജക്ഷനും കൂടെ ഇല്ലേ? അപ്പോഴല്ലേ ഈ ഫുൾ ലെങ്ത്ത് കിട്ടുക, സ്റ്റീലിൻ്റെ ലെങ്ത്ത്. ദാറ്റ് ഈസ് 300 + 0.1 ആണ് നമ്മുടെ എൽ എസ് ടി, അതായത് സ്റ്റീലിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ സിഗ്മ എസ് ടി ഓക്കെ ആയി. ഇനി നമുക്ക് എന്ത് വേണം? സിഗ്മ എസ് ടി അല്ല, സോറി, ഡെൽറ്റ എസ് ടി. ഡിഫോർമേഷൻ ഇൻ സ്റ്റീൽ എഴുതി. ഇനി നമ്മൾ ഡിഫോർമേഷൻ ഇൻ അലൂമിനിയം എഴുതുകയാണ്. സോ ഡിഫോർമേഷൻ ഇൻ അലൂമിനിയം സിഗ്മ എ എൽ ഡിവൈഡഡ് ബൈ ഇ എ എൽ ഇൻറ്റു ആ ലെങ്ത്ത് 300 പ്ലസ് ഈ ഒരു 0.1. ഓക്കെ, സോ ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതവിടെ നിൽക്കട്ടെ. ഇതിന് തൽക്കാലം നമുക്ക് ഇക്വേഷൻ 1 എന്നോ എ എന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം, ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ നോക്ക്, ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? പി ആണ് ടോട്ടൽ ലോഡെങ്കിൽ പി എന്തിൻ്റെയൊക്കെ സം ആയിരിക്കും? സ്റ്റീലിലേക്ക് വരുന്ന ലോഡിൻ്റെ സം പ്ലസ് അലൂമിനിയത്തിലേക്ക് വരുന്ന ലോഡിൻ്റെ സം അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡിന് എങ്ങനെ എഴുതാം? പി എസ് ടി പ്ലസ് പി എ എൽ ആണല്ലോ. അങ്ങനെയാണെങ്കിലോ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണെങ്കിൽ ലോഡ് ഈക്വൽ ടു എന്താണ്? സ്ട്രെസ് ഇൻറ്റു ഏരിയ അല്ലേ? സോ ഇനി നമുക്ക് പി കാണുന്നിടത്തിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി?
അതായത് ഈ പി എസ് ടി പി എ എൽ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? സിഗ്മ എസ് ടി എ എസ് ടി പ്ലസ് സിഗ്മ എൽ എ എൽ. ഓക്കെ, ടോട്ടൽ ലോഡ് എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? നമുക്ക് ഫിഗർ നോക്കിയാൽ ഇതേ ടോട്ടൽ ഇതിലേക്ക് വരുന്ന ലോഡ്, ദാറ്റ് ഈസ് ടോട്ടൽ ലോഡിനെ നമ്മൾ പി എന്നാണ് വിളിച്ചത്. ആ പി എത്രയാണ്? 70 കിലോ ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാമല്ലോ, 70 കിലോ ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു സിഗ്മ എസ് ടി. എ എസ് ടി ഒക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് എ എസ് ടി? ഇതാ അലൂമിനിയത്തിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും. ദേ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനെ നമ്മൾ തൽക്കാലം ഇക്വേഷൻ ബി എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ പറഞ്ഞത്? സിഗ്മ എസ് ടിയും സിഗ്മ എ എല്ലുമാണ് കാണാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് നമ്മളിവിടെ എ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഈ എ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഞാനിപ്പോൾ സിഗ്മ എസ് ടിക്ക് ഒരു എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. അതായത് ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സിഗ്മ എസ് ടി എന്താണെന്ന് ഇവിടെ എഴുതി വയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സിഗ്മ എസ് ടിക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. സിഗ്മ എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1.666 സിഗ്മ എ എൽ പ്ലസ് 66.64 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സിഗ്മ എസ് ടി നമുക്കിനി എന്ത് ചെയ്യാം? ഇക്വേഷൻ ബിയിലെ സിഗ്മ എസ് ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ എ എൽ കിട്ടും. സിഗ്മ എ എൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും നമുക്കിവിടെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി സിഗ്മ എസ് ടി കാണാൻ പറ്റും അല്ലേ? സോ അത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിച്ചു? രണ്ടിൻ്റെയും ഏരിയാസ് കണ്ടുപിടിച്ചു. ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പിന്നെ ഡീഫോർമേഷൻ, സ്റ്റീലിൽ മാത്രമുള്ള ഡീഫോർമേഷനാണ് നോക്കിയത്. സ്റ്റീലിൽ മാത്രമുള്ള ഡീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ എഴുതിയത്? അലൂമിനിയത്തിനുണ്ടാവുന്ന ഡീഫോർമേഷൻ പ്ലസ് അതിലൊരു 0.1 mm പ്രൊജക്ഷൻ പറഞ്ഞിട്ടുണ്ടായി. സോ അതിൻ്റെ രണ്ടിൻ്റെയും സമ്മാണെന്നാണ് എഴുതിയത്. പിന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ടോട്ടൽ ലോഡിൻ്റെ എക്സ്പ്രഷൻ എഴുതി. ആ ടോട്ടൽ ലോഡ് പിനെ നമ്മൾ സിഗ്മ എസ് ടി എ എസ് ടി എന്ന് റീറൈറ്റ് ചെയ്തു. അതിനകത്ത് നിന്ന് നമ്മൾ സിഗ്മ എസ് ടിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടിച്ച എക്സ്പ്രഷൻ നമ്മൾ രണ്ടാമത് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നു, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം ഒരു വാല്യൂ കാണുന്നു, അത് യൂസ് ചെയ്തിട്ട് മറ്റേ സ്ട്രെസ് കാണുന്നു. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഒരു പോർഷനാണ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. സോ അതിനകത്ത് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ നോക്ക്, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ബാർ എ ബി സി ഷോൺ ഇൻ ഫിഗർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ ആൻഡ് ഹാസ് സർക്കുലർ ക്രോസ് സെക്ഷൻ. അതായത് എ ബി സി എന്ന് പറഞ്ഞൊരു ബാറുണ്ട്. ഈ ബാറ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ സർക്കുലർ ആണ് അതിൻ്റെ ക്രോസ് സെക്ഷൻ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ബാറ് പോകുന്നുണ്ട്, ഒരു റിജിഡ് ബാർ. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ്? എ ബി ആൻഡ് ബി സി ഈ 2 പോർഷനിൽ വരുന്ന സ്ട്രെസ് എന്തൊക്കെയാണ്, അതുപോലെ സി എന്ന് പറഞ്ഞ പോയിന്റ് അവിടെ വരുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഏതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ്? ഇതാണ് സി എന്ന് പറഞ്ഞ പോയിന്റ്. സോ എന്തൊക്കെയാണ് കാണേണ്ടത്? ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ്സും ആൻഡ് ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷനുമാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്റ്റീലാണ്. സോ അതിൻ്റെ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഫിഗറിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓരോ ബാറിൻ്റെയും ലെങ്ത്ത് തന്നിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു 20 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു 10 കിലോ ന്യൂട്ടൺ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ പോർഷനിലെ ഡയമീറ്റർ 20 ആണ്, ഈ പോർഷനിലെ ഡയമീറ്റർ 10 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫിഗറിനകത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു പോർഷൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരയ്ക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ പോർഷൻ തൽക്കാലം നോക്കുന്നില്ല, ഈ ഒരു പോർഷൻ മാത്രം നോക്കാം. സോ ഈ പോർഷൻ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്? അതൊരു റിജിഡ് ബാർ ആണ്. ഇവിടെ നിന്നൊരു 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്.
ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു റിയാക്ഷൻ വരുമല്ലോ. അപ്പോൾ ആ റിയാക്ഷനെ ഞാൻ തൽക്കാലം ആർ ബി, അതായത് ഈ പോയിന്റ് ബി ആണ്, സോ ആർ ബി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആർ ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ആർ ബി എന്ന് പറഞ്ഞ റിയാക്ഷൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സപ്പോർട്ടിന് അബൌട്ടായിട്ട് മൊമെൻ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, സോ മൊമെൻ്റ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ നോക്കുക, എങ്ങനെ എഴുതുക? ആർ ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 75. സോ ആർ ബി ഇൻറ്റു 75 ഈക്വൽ ടു 20 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 60. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആർ ബിയുടെ വാല്യൂ കിട്ടും. ആർ ബിയുടെ വാല്യൂ കിട്ടി 16 കിലോ ന്യൂട്ടൺ ആണെന്ന്. ഓക്കെ, ഇനി വീണ്ടും ഈ ഫിഗറിലേക്ക് നോക്കാം, ക്വസ്റ്റ്യനിൽ തന്ന ഫിഗറിലേക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി നമുക്കൊരു 10 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ആർ ബി കിട്ടിയിരിക്കുന്നത് 16 ആണ്. സോ 16 നിന്ന് 10 പോയാൽ ബാക്കി എത്രയാണ്? 6 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഉണ്ടാകുന്ന ലോഡായിരിക്കും ആ 6 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോഴല്ലേ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ കാണാൻ പറഞ്ഞേക്കുന്നത്? സ്ട്രെസ് ഇൻ എ ബി ആൻഡ് സ്ട്രെസ് ഇൻ ബി സി. അപ്പോൾ നമുക്ക് ആദ്യം എ ബി എന്ന് പറഞ്ഞ പോർഷൻ കൺസിഡർ ചെയ്യാം, അവിടുത്തെ സ്ട്രെസ് നോക്കാം. സോ എ ബി എന്നുള്ള പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എ ബിൻ്റെ ലെങ്ത് 80 ആണ്, ഡയമീറ്റർ 20 ആണ്. പിന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തു, എത്രയാണ്? 6 കിലോ ന്യൂട്ടൺ ആണെന്ന് മാർക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ പോരെ നമുക്ക് സ്ട്രെസ് കാണാൻ? സ്ട്രെസ് ഇൻ എ ബി, സിഗ്മ എ ബി എന്നാണ് സ്ട്രെസ് ഇൻ എ ബിനെ ഡിനോട്ട് ചെയ്യുന്നത്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ? സിംപ്ലി നമുക്ക് എഴുതാൻ പറ്റും ലോഡ് ബൈ ഏരിയ. സോ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് 6 കിലോ ന്യൂട്ടൺ ആൻഡ് അവിടുത്തെ ഏരിയ 20 ആയിരുന്നു ഡയമീറ്റർ, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? π/4 ഇൻറ്റു 20 സ്ക്വയർ ആണ് ഏരിയ എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? എ ബിയിലെ സ്ട്രെസ് കിട്ടി, സിഗ്മ എ ബി കിട്ടി. ഇതേപോലെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം. ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു പോർഷനിലുള്ള സ്ട്രെസ് സിഗ്മ ബി സി കാണാം. സോ സിഗ്മ ബി സി കാണുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് 60 ആണ്, ഡയമീറ്റർ 10 ആണ്, ലോഡ് എത്രയാണ്? 10 കിലോ ന്യൂട്ടൺ ആണ്. സോ ഇവിടെ നോക്ക്, നമ്മൾ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ സിഗ്മ ബി സിയും കണ്ടുപിടിച്ചു. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആദ്യത്തെ പാർട്ട് നമ്മൾ ചെയ്തു, രണ്ട് പോർഷനിലെയും സ്ട്രെസ് കാണാൻ പറഞ്ഞു, നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തതായിട്ട് നമ്മളോട് എന്തും കൂടെ പറഞ്ഞിട്ടുണ്ട്? സി എന്ന പോയിന്റിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് നമ്മളിനി കാണാൻ പോവാണ്. എങ്ങനെയാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കാണാമെന്നുള്ളത് നോക്കാം. ഏത് പോയിന്റിലെയാണ്? സി എന്ന് പറഞ്ഞ പോയിന്റിലെ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ പോർഷനിലുള്ള സ്ട്രെസ്സാണ് കാണാൻ പോകുന്നത്. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സി ഈസ് ഈക്വൽ ടു, അതായത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് സി, ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് എഴുതാം? സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 1/E ഇൻറ്റു ഇങ്ങനെ എഴുതാം. സോ ഈ ഒരു ഇക്വേഷനാണ് ഞാനിവിടെ ഡെൽറ്റ സി കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഡിഫ്ലക്ഷൻ അറ്റ് സി, ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു 1/E ഇൻറ്റു സിഗ്മ എ ബി ഇൻറ്റു എൽ എ ബി പ്ലസ് സിഗ്മ ബി സി ഇൻറ്റു എൽ ബി സി. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, സോ 1/E എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 200 × 10⁻³ ആൻഡ് സിഗ്മ എ ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 19.1 ആണ് കിട്ടിയത്. എ ബി എന്ന് പറഞ്ഞ ബാറിൻ്റെ ലെങ്ത്ത് ക്വസ്റ്റ്യനിൽ 80 സെൻറ്റിമീറ്റർ ആണ് തന്നത്. നമ്മളിവിടെ മില്ലിമീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ 80 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 800 മില്ലിമീറ്റർ.
പ്ലസ് സിഗ്മ ബി സി ഇൻറ്റു എൽ ബി സി. എൽ ബി സി നോക്ക് 60 സെൻറ്റിമീറ്റർ ആണ്, സോ 600 മില്ലിമീറ്റർ. അപ്പോൾ ഇതൊക്കെ കൂടെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കിട്ടി, 0.4365 മില്ലിമീറ്റർ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ നോക്കൂ, ഒരു റിജിഡ് ബാർ ഉണ്ട് എ ബി, അതിൻ്റെ ലെങ്ത്ത് 100 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു പോർഷൻ്റെ ലെങ്ത്ത് 100 ആണ്. അതിൻ്റെ ഒരു എൻഡ് ഹിഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റീൽ റോഡും കോപ്പർ വയറും ഉണ്ട്. ഇതാണ് സ്റ്റീൽ റോഡ് ആൻഡ് ഇതാണ് കോപ്പർ വയർ. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? ഫൈൻഡ് ദ സ്ട്രെസ്സസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോഡ് ആൻഡ് വയർ ഡ്യൂ ടു എ ഡൗൺവേർഡ് ലോഡ് ആക്ടിങ് അറ്റ് 70 സെൻറ്റിമീറ്റർ ഫ്രം ദ ഹിഞ്ച്ഡ് എൻഡ് ഓഫ് ദ ബാർ. അതായത് ഈ സ്റ്റീൽ റോഡിലും ഈ കോപ്പർ വയറിലും ഉണ്ടാവുന്ന സ്ട്രെസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അതിനവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ഹിഞ്ച്ഡ് എൻഡിൽ നിന്ന് ഒരു 70 സെൻറ്റിമീറ്റർ മാറിയിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് താഴേക്ക്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 500 ന്യൂട്ടൺ ആണ് ആ ലോഡ്. ആ ലോഡ് കാരണം ഇതിലും ഈ വയറിൽ, സ്റ്റീൽ റോഡിലും കോപ്പർ വയറിലും ഉണ്ടാവുന്ന സ്ട്രെസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് ബി. അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഏതാണ് ബി എന്ന് പറഞ്ഞ പോയിന്റ്? ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി രണ്ടിൻ്റെയും തന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെതാണെങ്കിൽ 200 GPa ആണ്, കോപ്പറിൻ്റെതാണെങ്കിൽ 800 GPa ആണ്. ആൻഡ് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാറിൻ്റെ വെയിറ്റ്, ആ റിജിഡ് ബാറിൻ്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അതായത് അത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സൊല്യൂഷനിലേക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഒരു ബാറായിരുന്നു. നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്? ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് അല്ലേ? സോ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ലോഡ് പി എ, ഇവിടെ ഉണ്ടാവുന്ന ലോഡ് പി എസ്, അതായത് സ്റ്റീലിൻ്റെ ലോഡ് പി എസ്, ആൻഡ് ഇവിടെ ഉണ്ടാവുന്നത് പി സി. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ പോയിന്റ്സിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ്, പി എ, പി എസ്, പി സി. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇ എസും തന്നിട്ടുണ്ട്, ഇ സിയും തന്നിട്ടുണ്ട്, അതായത് യങ്സ് മോഡുലസ്, രണ്ടിൻ്റെയും യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇ എസും ഇ സിയൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, ഇപ്പം ഇങ്ങനെ നമ്മൾ പി എസ്, പി സി എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തു, പി എ, പി എസ്, പി സി. പിന്നെ ഇവിടെ എന്താണ്? ഒരു 500 ന്യൂട്ടൺ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്താൽ, അതായത് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? സോ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ, ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. അതായത് പി എ, മേലേക്ക് ആക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? പി എ പ്ലസ് പി എസ് പ്ലസ് പി സി. ഇത് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 500 ന്യൂട്ടൺ. താഴേക്കുള്ളത് 500 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എഴുതുക? അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു പോയിന്റിന് അബൌട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ മൊമെൻറ്റ് അബൌട്ട് എ എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഈക്വൽ ടു ഫസ്റ്റ് ഈ ഒരു ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് മൈനസ്, അതെന്താണ്? സാഗിങ് ആണ്, സോ നെഗറ്റീവ്. സാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബീമിനെ ഒന്ന് താഴ്ത്തും, താഴേക്ക് ബെൻഡ് ചെയ്യിക്കും. സോ മൈനസ് പി എസ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ്? 40 ആണ്. ഇനി അടുത്ത ലോഡ് എത്രയാണ്? ഇവിടെ ഒരു 500 ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ 500 ഇങ്ങനെ വന്ന് നമ്മളെ ബീമിനെ എന്ത് ചെയ്യും? സോറി, പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, നമുക്കത് പറയാം.
അതായത് ഒന്നുകൂടെ പറയാം, നമ്മൾ ഈ ഒരു പോയിന്റിന് എബൌട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആരൊക്കെയുണ്ട്? ഈ ഒരു ഫോഴ്സ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു 500 ഉണ്ട്. ഇത് ഈ ഫോഴ്സ് ഏതാണ്? പി എസ് അല്ലേ? ഇവിടെ ഒരു 500 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു പി സി ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് മൊമെൻ്റ് എടുക്കുക എന്ന് നോക്കാം. സോ ഈ പി എസ് ഇങ്ങനെ വന്ന്, വരച്ചത് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ വരയ്ക്കാം. ഇങ്ങനെ നമ്മുടെ ബീമിന് മേലേക്കാണ് പൊക്കുന്നത്. സോ അത് ഹോഗിങ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ സാഗിങ് എന്നായിരുന്നു പറഞ്ഞത്, ഇറ്റ്സ് ആക്ച്വലി ഹോഗിങ്. സോ മൈനസ് ഹോഗിങ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആണ് എടുക്കുന്നത്. സാഗിങ് പോസിറ്റീവ് ആൻഡ് ഹോഗിങ് നെഗറ്റീവ്. ആ ഒരു സൈൻ കൺവെൻഷൻ മറന്നു പോകരുത്. സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ്, ഹോഗിങ് ആണെങ്കിൽ നെഗറ്റീവ്. സോ മൈനസ് പി എസ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ്? 40. ഓക്കെ, അപ്പോൾ ഈ ലോഡ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഇവിടെ നിന്നൊരു 500 ഇങ്ങനെ വന്ന് നമ്മുടെ ബീമിനെ താഴ്ത്തുന്നുണ്ട്. സോ അതെന്താണ്? ഹോഗിങ് ആണ്, സോറി സാഗിങ് ആണ്. സാഗിങ് ആണെങ്കിൽ പോസിറ്റീവ് 500 ഇൻറ്റു ആ ഡിസ്റ്റൻസ് എത്രയാണ്? 70. കഴിഞ്ഞോ? ഇല്ലല്ലോ, നമുക്ക് ഒരാളും കൂടെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ലാസ്റ്റ് ഒരു പി സി എന്ന് പറഞ്ഞൊരു ലോഡും കൂടി ഉണ്ട്. സോ ഈ ലോഡ് ഇങ്ങനെ വന്ന് നമ്മളെ ബീമിനെ മേലേക്ക് പൊക്കി. മൈനസ് പി സി ഇൻറ്റു ആ ഡിസ്റ്റൻസ് 100 ആണ്. സോ ഇതാണ് മൊമെൻറ്റ് എബൌട്ട് എ. സോ ഇതിനകത്തുനിന്ന് നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ എഴുതാം. നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ബാർ ഇരുന്നത്. ഈ പോർഷനിലാണ് നമ്മൾ സ്റ്റീൽ കൊടുത്തത്. സോ അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഡെൽറ്റ എസ്. ആൻഡ് ഇവിടെയാണ് കോപ്പർ വയർ ഇരിക്കുന്നത്. സോ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ ഡെൽറ്റ സി. ഇനി നമുക്ക് ഇപ്പോൾ എന്താണ്, ഇവിടെ ഒരു സിമിലർ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കാണാം. ഈ ട്രയാങ്കിളും ഈ ഒരു വലിയ ട്രയാങ്കിളും. അപ്പോൾ ഈ സിമിലർ ട്രയാങ്കിൾസിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 40 ആൻഡ് ഈ ഡിസ്റ്റൻസ് ഫുൾ ഡിസ്റ്റൻസ് 100. സോ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, ഡെൽറ്റ എസ് ബൈ 40 ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ സി ബൈ 100. ഇതിനകത്തുനിന്ന് നമുക്ക് ഡെൽറ്റ സി എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ഇതിനകത്തുനിന്ന് ഡെൽറ്റ സി എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ എഴുതുകയാണ്. ഡെൽറ്റ സി ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ 40 ഇൻറ്റു 100. ഓക്കെ, ഇതിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നേരത്തെയൊക്കെ നമ്മൾ ഡെൽറ്റയ്ക്ക് യൂസ് ചെയ്ത ഇക്വേഷൻ ഏതാണ്? സിഗ്മ സി. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു കേട്ടോ. ഡെൽറ്റ ഈക്വൽ ടു സിഗ്മ ബൈ ഇ ഇൻറ്റു എൽ. സോ ഡെൽറ്റ സി ആവുമ്പോൾ സിഗ്മ സി ബൈ ഇ സി ഇൻറ്റു എൽ സി. ഓക്കെ, അതിനകത്ത് തന്നെ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെസ്. ദാറ്റ് ഇസ് പി ബൈ എ. അപ്പോൾ നമുക്കിനി സിഗ്മ കാണുന്നിടത്ത് അവിടെ എന്ത് കൊടുക്കാം? പി ബൈ എ. സോ ഡെൽറ്റയുടെ വേറൊരു ഇക്വേഷനാണ് പി എൽ ബൈ എ ഇ. ഓക്കെ, ഈ ഇക്വേഷനും പഠിക്കണം കേട്ടോ. സോ നമുക്ക് ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു പി സി എൽ സി ബൈ എ സി ഇ സി. അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂസും നമുക്കറിയാം. പി സി ആണ് നമുക്കറിയാത്തത്, അതിനെ അങ്ങനെ തന്നെ വെച്ചോ. ബാക്കിയെല്ലാം നമുക്കറിയാം. എ സി എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് കോപ്പർ. ഇവിടെ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ ഏരിയ കാണാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയമീറ്റർ 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 5/4 ഇൻറ്റു 2. ഇനി നമ്മുടെ സ്റ്റീലാണെങ്കിൽ ഡയമീറ്റർ 6 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഏരിയ കാണാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ സിയും ഡെൽറ്റ എസും നമ്മൾ എക്സ്പ്രഷൻസ് എഴുതി വെച്ചു. ഡെൽറ്റ സി എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ, ഫൈനൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. അതായത് ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു 0.001194 പി സി. അതുപോലെ ഡെൽറ്റ എസ് എഴുതിയപ്പോൾ നമുക്ക് ഫൈനലി ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളിവിടെ ആദ്യം ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ 2.5 ഡെൽറ്റ എസ് ആണെന്ന് പറഞ്ഞിട്ട്. സോ ഓൾറെഡി നമ്മളിവിടെ ഡെൽറ്റ സിക്കും ഡെൽറ്റ എസിനും എക്സ്പ്രഷൻസ് എഴുതിയിട്ടുണ്ട്. സോ അതെല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ സിക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡെൽറ്റ എസിന് ഈ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനലി
ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കിയാലേ ഇത് കിട്ടുള്ളൂ കേട്ടോ. സോ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ ഒരു എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ ലോഡ് നമ്മൾ മൊമെൻ്റ് ഒക്കെ കണ്ടുപിടിച്ചു. നമ്മൾ ഇങ്ങനെ ഒരു സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 PS plus 100 PC is equal to 35,000 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. സോ ആ എക്സ്പ്രഷനിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ ഇപ്പോൾ നമുക്ക് പി സിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് വി ഹാവ് പി സി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഈ ഇക്വേഷനിലുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് പി സി വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് പർട്ടിക്കുലർ വാല്യൂ. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ എക്സ്പ്രഷൻ നോക്കിയാൽ എല്ലാം പി എസിൻ്റെ ടേമിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ നോക്ക്, എല്ലാം പി എസിൻ്റെ ടേമിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് പി എസ് എന്താണെന്നുള്ളത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. പി എസ് കിട്ടിയാൽ നമുക്ക് എന്താണ് പി സി എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പി സി കിട്ടും. പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയും ടൈംസ് പി എസ് ആണ്. സോ പി എസ് കിട്ടി, പി സി കിട്ടി. എന്തും കൂടെ ഉണ്ട്, പി എസും പി സിയും മാത്രമല്ല, നമുക്ക് ഒരാളും കൂടെ ഉണ്ടല്ലോ, പി എ. സോ ഈ ഫൈനൽ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് പി എസും പി സിയും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി എ കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാ ലോഡുകളും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളോട് എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ കോപ്പർ വയർ, അതായത് സിഗ്മ സി. സിഗ്മ സി എന്ന് പറഞ്ഞാൽ എന്താ? പി സി ബൈ എ സി. പി സി എത്രയാണെന്ന് നമുക്ക് കിട്ടി. എ സി ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. സോ നമുക്ക് സിഗ്മ സി കിട്ടും. പിന്നെ സ്റ്റീലിൽ ഉണ്ടാവുന്നതാണെങ്കിൽ സിഗ്മ എസ്, സ്റ്റീലിലെ സ്ട്രെസ് സിഗ്മ എസ് വിച്ച് ഇസ് ഈക്വൽ ടു പി എസ് ബൈ എ എസ്. അപ്പോൾ അതും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, നമുക്ക് കിട്ടി. ഇനി ലാസ്റ്റ് നമുക്ക് എന്താണ്? അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സിഗ്മ സിയും സിഗ്മ എസും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മളോട് കോപ്പർ വയറിലുണ്ടാവുന്ന ഡിഫ്ലക്ഷനും, അതായത് രണ്ട് സ്റ്റീലിലും കോപ്പറിലും ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ അറ്റ് ബി, അതായത് ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മളിവിടെ സ്റ്റീലിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്, കോപ്പറിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എത്രയാണ്, ഇത് രണ്ടും അറിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് ബിയിലുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോവാ? ടോട്ടൽ ഡിഫ്ലക്ഷൻ, അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റീലിൻ്റെ ഡിഫ്ലക്ഷൻ പ്ലസ് കോപ്പറിൻ്റെ ഡിഫ്ലക്ഷൻ, ദാറ്റ് ഇസ് ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എസ് ഡാഷ്. നമ്മൾ ഡെൽറ്റ എസ് ഡാഷ് എന്ന് വിളിക്കുന്നത് ഡെൽറ്റ എസ്, അതായത് നമ്മുടെ സ്റ്റീലിൻ്റെ ഡിഫോർമേഷൻ കാരണം ആ പോയിന്റ് ബിയിൽ വരുന്ന ഡിഫോർമേഷനാണ്. കൺഫ്യൂഷൻ ആവണ്ട. ഡെൽറ്റ എസ് ഡാഷ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, സ്റ്റീലിൽ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ പോയിന്റ് ബിയിൽ എത്രയായിരിക്കും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഡാഷ് കൊടുത്തു, ഡെൽറ്റ എസ് ഡാഷ്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ഈ ഒരു സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്ത പോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്നത് എത്രയാണ്? ഡെൽറ്റ എസ് ആൻഡ് ഈ പോയിന്റിൽ ഉണ്ടാവുന്നത് ഡെൽറ്റ എസ് ഡാഷ്. ഈ ഡിസ്റ്റൻസ് 40, ഫുൾ ഡിസ്റ്റൻസ് 100. ഓക്കെ, സോ ഈ ഒരു സിമിലർ ട്രയാങ്കിൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ 40 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ഡാഷ് ഡിവൈഡഡ് ബൈ 100. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ എസ് ഡാഷ്, അതായത് നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാൻ എന്ത് വേണം? ഡെൽറ്റ എസ് ഡാഷ് വേണം. സോ ഡെൽറ്റ എസ് ഡാഷ് എന്താണെന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ. ഓക്കെ, സോ ഡെൽറ്റ എസ് ഡാഷ് നമുക്കിവിടെ എഴുതി, നമ്മൾ റീഅറേഞ്ച് ചെയ്തു, നമ്മൾ എഴുതി. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമുക്ക് എവിടെ നിന്നാണ് ഡെൽറ്റ എസ് കിട്ടിയെന്ന്. സോ ഡെൽറ്റ എസ് ഇത് നമ്മളിവിടെ തൊട്ട് മുന്നേ ഒരു സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഒന്നുകൂടെ പറയാം, അതിലേക്ക് വരാം നമുക്ക്. ഡിഫ്ലക്ഷൻ ഓഫ് കോപ്പർ വയറും ഡിഫ്ലക്ഷൻ ഓഫ് സ്റ്റീൽ റോഡുമാണ് ഡെൽറ്റ സിയും ഡെൽറ്റ എസും. ഓക്കെ,
സോ ഡെൽറ്റ സി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ സി ഈസ് ഈക്വൽ ടു 2.5 ഡെൽറ്റ എസ് ആണ്. അതുപോലെ ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയും ടൈംസ് പി സി ആണ്. അതുപോലെ ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടൈംസ് പി എസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് പി സിയും പി എസും ഒക്കെ അറിയാലോ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഡെൽറ്റ സി ആൻഡ് ഡെൽറ്റ എസ്. അങ്ങനെ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. സോ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. ഡെൽറ്റ എസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ എഴുതിയിട്ടുണ്ട് ഡെൽറ്റ എസിൻ്റെ വാല്യൂ 0.0262. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അത് തെറ്റിയിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡിഫ്ലക്ഷൻ അറ്റ് ബി എന്ന് പറഞ്ഞിട്ട് എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ സി പ്ലസ് ഡെൽറ്റ എസ് ഡാഷ്. സോ വി ഹാവ് കാൽക്കുലേറ്റഡ് ഡെൽറ്റ എസ് ഡാഷ് ആൻഡ് വി ഹാവ് ഡെൽറ്റ സി. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് ബി കിട്ടും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ എല്ലാവരും നല്ല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തന്നെ പഠിക്കുക. ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യുക. ഇക്വേഷൻസ് എഴുതി പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, യൂണിറ്റ് കൺവേർഷൻസ് തെറ്റിക്കരുത്. യൂണിറ്റ് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, എല്ലാം ഒരേ യൂണിറ്റിലായിരിക്കണം നമ്മൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സോ താങ്ക് യു.